ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ മന്ദിരത്തിന് കീഴിലുള്ള ഒരു പ്രമുഖ പൊതുമേഖലാ നിർമ്മാണ കമ്പനിയാണ് ഇർക്കോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. സോ അതിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കോൺട്രാക്ട് ബേസിസിലാണ് വിളിച്ചിരിക്കുന്നത്. വർക്ക് എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. സോ ഏതൊക്കെ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വന്നിരിക്കുന്നത് വർക്ക്സ് എഞ്ചിനീയർ സിവിൽ ഓൺ കോൺട്രാക്ട് ബേസിസ്. സാലറി 36,000 പെർ മന്ത് നിങ്ങളുടെ സാലറി. ടോട്ടൽ വേക്കൻസി 5 വേക്കൻസി. ജനറൽ കാൻഡിഡേറ്റ് 3 വേക്കൻസി, ഒ ബി സിക്ക് ഒരു വേക്കൻസി, എസ് സിക്ക് 1 വേക്കൻസി എന്നിവയാണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം. 60% മാർക്ക് കുറയാതിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് 30 വയസ്സുള്ളവർക്ക് ഇതിൽ അപ്ലൈ. സോ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സിവിൽ കൺസ്ട്രക്ഷൻ വർക്കിൽ. സോ അതിൽ കൂടുതലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സോ എക്സ്പീരിയൻസ് വൈസിലായിരിക്കും നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടുന്നതെന്ന് വീണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. സോ നിങ്ങൾക്ക് അലോക്കേഷൻ വരുന്നത് എവിടെയൊക്കെയാണ് നോക്കണം. ഹരിയാന, മേഘാലയ, രാജസ്ഥാൻ എന്നിവിടെയെല്ലാമായിരിക്കും നിങ്ങൾക്ക് അലോക്കേഷൻ വരുന്നതെന്ന് ഓർത്തിരിക്കാം. സോ സെക്കൻഡ് വന്നിരിക്കുന്നത് വർക്ക്സ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ബേസിസ്. 36,000 ആണ് സാലറി കിട്ടുന്നത്. ടോട്ടൽ വേക്കൻസി 7 വേക്കൻസി, ജനറൽ 4 വേക്കൻസി, ഒ ബി സിക്ക് 2 വേക്കൻസി, എസ് സിക്ക് 1 വേക്കൻസി എന്നിവയാണ്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നോട്ട് ലെസ് ദാൻ 60% എന്നും പറയുന്നുണ്ട്. സോ 30 വയസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. സോ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇൻ ഇലക്ട്രിക്കൽ കൺസ്ട്രക്ഷൻ വർക്കിൽ. സോ ഇനിഷ്യൽ പോസ്റ്റിംഗ് വരുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡിൽ വരുന്നുണ്ട്, രാജസ്ഥാൻ വരുന്നുണ്ട്, മധ്യപ്രദേശിലാണ് നിങ്ങൾക്ക് ഇനിഷ്യൽ പോസ്റ്റിംഗ് വരുന്നതെന്ന് ഓർത്തിരിക്കാം. ഇതിൽ വിളിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ വർക്ക്സ് എഞ്ചിനീയർ വിളിച്ചിരിക്കുന്നത് സിഗ്നലിംഗ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ ഇതിന് 36,000 നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ബേസിക്ക്. സോ ഇതിൻ്റെ ടോട്ടൽ വേക്കൻസി 1 വേക്കൻസിയാണ്. അത് റിസർവ് ചെയ്തിരിക്കുന്നത് EWS കാറ്റഗറിക്കാണെന്ന് ഓർത്തിരിക്കാം. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം എഞ്ചിനീയറിംഗിൽ വിത്ത് ടെക്നോളജിയിൽ, അതായത് ITA പഠിച്ചവർക്കും ഇതിലേക്ക് അടിക്കാം. BTech ഇൻ IT ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ചവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഫോളോയിങ് സ്പെഷ്യലൈസേഷൻ ഇവരോട് പറയുന്നുണ്ട്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. 30 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ഇൻ ഏരിയാസിൽ ഇലക്ട്രോണിക്, ഇൻ്റർലോക്കിംഗ് അല്ലെങ്കിൽ റിലേ ഇൻ്റർലോക്കിംഗ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ വർക്ക് എന്നിവ ഇതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇനീഷ്യൽ പോസ്റ്റിംഗ് വരുന്നത് രാജസ്ഥാനിലേക്കാണ് ഇനീഷ്യൽ പോസ്റ്റിംഗ് വരുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. സോ ഇത്രയാണ് അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള വേക്കൻസി നോക്കുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് എങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ എന്ന്. സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് ആദ്യം നിങ്ങൾക്ക് ഒരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും. അതേ ബേസിസിൽ ചിലവർക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റിന് ഇൻ്റർവ്യൂ ഡയറക്റ്റ് വിളിക്കും. ചിലവർക്ക് എക്സാമും കണ്ടക്ട് ചെയ്തിട്ടായിരിക്കും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്. സോ ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്. സോ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് 18/2/2026 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ 13/3/2026 വരെ ഇത് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് ഓർത്തിരിക്കാം. സോ ഇതിൽ നിങ്ങൾ ആദ്യം www.irgon.org എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക. അത് നിങ്ങൾ കരിയർ എന്ന് പറയുന്ന പേജിൽ പോവുക. സോ അവിടെ HR ആൻഡ് കരിയർ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കോൺട്രാക്ട് എംപ്ലോയി, കറണ്ട് എംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ കാണും. അതിൽ കോൺട്രാക്ട് എംപ്ലോയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അവിടെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് വർക്ക്സ് എഞ്ചിനീയർ ഓൺ കോൺട്രാക്ട് ബേസിസ് ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കാണും. അതിൽ ഓൺലൈൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആക്റ്റീവായിട്ട് കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലോട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് നിങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ അപ്ഡേറ്റ്സ് അതെല്ലാം എൻ്റർ ചെയ്യുക. പിന്നീട് ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന MPയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രിവ്യൂ കാണുക. പ്രിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾ മെയിനായിട്ടൊരു കാര്യം എടുക്കണം. ഇത് നിങ്ങൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സോഫ്റ്റ് കോപ്പി കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു സോഫ്റ്റ് കോപ്പി കിട്ടും. ഈ സോഫ്റ്റ് കോപ്പി നോക്കുക. സോഫ്റ്റ് കോപ്പി നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഇവരുടെ പറയുന്നുണ്ട് ബോട്ടം റൈറ്റ് കോർണറിൽ അണ്ടർ ഡിക്ലറേഷൻ്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. സോ നിങ്ങൾ സൈൻ ചെയ്തിട്ട് എന്തൊക്കെയാണോ നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് അതെല്ലാം സെൽഫ് അറ്റസ്റ്റഡ് സൈൻ ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന അവരുടെ ലൊക്കേഷനിലേക്ക് നിങ്ങൾ സ്പീഡ് പോസ്റ്റ് ത്രൂ നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ സോഫ്റ്റ് കോപ്പി നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഹാർഡ് കോപ്പി നിങ്ങൾ എടുത്ത സോഫ്റ്റ് കോപ്പിയും കൂടെ ഹാർഡ് കോപ്പി ആക്കിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അവരുടെ സെൻറ്ററിലേക്ക് നിങ്ങൾ സ്പീഡ് പോസ്റ്റ് ത്രൂ സെൻഡ് ചെയ്യുക. സോ അതാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/3/2026 മുന്നേ ചെല്ലുന്ന രീതി വേണം നിങ്ങളിത് സ്പീഡ് പോസ്റ്റ് ത്രൂ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന ഡേറ്റ് 13/3/2025 ആണെങ്കിലും ഇതിൻ്റെ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്, അതായത് ഹാർഡ് കോപ്പി റിസീവ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 20/3/2026 ആണെന്ന് ഓർത്തിരിക്കും. സോ ഇതാണ് ഡേറ്റുകൾ വന്നിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് 18/2/2026, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 13/3/2026. ഇനി ഡോക്യുമെൻറ്റ്സ്
ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്, അതായത് സ്പീഡ് പോസ്റ്റ് ത്രൂ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23/3/2026 ഓർത്തിരിക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് നല്ലൊരു നവരത്ന കമ്പനിയാണ് ഇന്ത്യയിലുള്ളത്. സോ അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.